ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഒരു ലൈഫ് കോച്ചിന്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഫസ്റ്റ് ചെയ്യേണ്ട ഡിസിപ്ലിനറി ആക്ടിവിറ്റി എന്ന് പറയുന്നത് മേക്ക് യുവർ ബെഡ്. കിടന്ന ബെഡ് നന്നായിട്ട് വിരിച്ചിടുക. അത് നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ട് ആ റൂം നല്ല നീറ്റായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എൻ്റെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായ ഒരു മോർണിംഗ് റൊട്ടീനോട് കൂടിയാണ്. രാവിലെയുള്ള മെഡിറ്റേഷൻ മനസ്സിനെ വളരെയധികം ശാന്തമാകാനായിട്ട് സഹായിക്കും. അത് കഴിഞ്ഞിട്ട് യോഗ, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്, ഇതെല്ലാം ഫുൾ ടൈം ഹാപ്പിനെസ്സിലിരിക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിനായിട്ട് പോകുന്നത് നമ്മുടെ പാരിപ്പള്ളിയിലെ പുരയിടത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യും. ഇവിടെ എല്ലാവരും കളിയാക്കാറുണ്ട്, സ്കൂട്ടറിൽ പോയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിങ്ങിന് പോകുന്ന രണ്ടുപേരെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട്. രാവിലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ലഭിക്കുന്നത്. ഇത് നമ്മുടെ പോസിറ്റിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കും. എൻ്റെ ലൈഫിൽ എന്തൊക്കെ നന്മകളാണ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ തന്നെ, അതിലേക്ക് നോക്കി അതിന് നന്ദി പറയുമ്പോൾ തന്നെ ഒരുപാട് പുതിയ പുതിയ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാരിപ്പള്ളിയിലുള്ള പ്രോപ്പർട്ടിയിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലാണ്. അതിന് ബാക്കിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ പറയാം. പ്രകൃതിയോടിണങ്ങിയുള്ള ഒരു സ്ഥലത്ത് രാവിലെ നമ്മൾ വാക്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വർദ്ധിക്കും. അതുപോലെ മെൻ്റൽ ക്ലട്ടർ ക്ലിയർ ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേക ശാന്തി, സമാധാനം, സുഖമാണ് കേട്ടോ. എല്ലാ വിശാലം, വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, വണ്ടിയുടെ സൗണ്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതെ, നമ്മുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. ഞാൻ കാണിച്ചു ഈ കല്ല് കാണുന്നത് ഇവിടെ നിന്ന് തുടങ്ങി ലാസ്റ്റ് അങ്ങേ അറ്റം വരെ, അതുപോലെ റൈറ്റ് സൈഡിൽ അങ്ങേ അറ്റത്തു നിന്ന് തുടങ്ങി ഏകദേശം ഇവിടം വരെ. ഞാൻ നെഗറ്റീവായിരുന്ന സമയത്ത് എനിക്ക് ലൈഫിൽ വലിയ നേട്ടങ്ങളൊന്നും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പോസിറ്റീവായി മാറി അലൈൻമെൻറ്റിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോന്നും അത്ഭുതങ്ങളാണ്. രാവിലെ പ്ലാറ്റിനം ഫാമിലിക്കൊപ്പം $1 million മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാ ദിവസവും വാക്കിങ്ങിന് പോകാറുണ്ട്. വാക്കിങ്ങിന് ഒന്നുകിൽ വീടിനടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തീരുമാനിച്ച് ഇവിടുത്തെ പാരിപ്പള്ളിയിലെ പ്രോപ്പർട്ടിയിലേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഇതിൻ്റെ നടുക്ക് റോഡുണ്ട്, അവിടെയും റോഡുണ്ട്, ഇവിടെ റോഡുണ്ട്. അപ്പോൾ ഈ റോഡിൽ നടന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ്, ശല്യങ്ങളൊന്നുമില്ല. സ്വസ്ഥമായിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യാം. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യണം കേട്ടോ. നന്ദി പറഞ്ഞുകൊണ്ട് നടക്കണം. കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പലരും പറയുന്നത് എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതുപോലെയൊക്കെ എനിക്കും ഉള്ളൂ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യേണ്ടതൊക്കെ ടീച്ചർ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നോക്കി ഇപ്പോൾ കുറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. കാര്യം ഞങ്ങളിപ്പോൾ വില്ല പ്രോജക്റ്റ് ഉടനെ തുടങ്ങിയിട്ടില്ല. വർക്കല നമ്മൾ വേറൊരു പ്രോജക്റ്റിലാണ്, അത് കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ കുറച്ച് പുല്ലും ഇതൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ആദ്യം വാങ്ങിയത്. ഇത് വാങ്ങിയപ്പോൾ അപ്പുറത്തൊരു പ്രോപ്പർട്ടി കൊടുക്കാൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ നിന്നിട്ട് ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാമോ? കാണിച്ചു തരാവേ. ആദ്യം നമ്മൾ മേടിച്ചത് ഈ ഒരു 35 സെൻറ്റ് വസ്തുവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് ആ പ്രോപ്പർട്ടിയും കൊടുക്കാൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ആ പ്രോപ്പർട്ടി നോക്കിയിട്ട് പറഞ്ഞു, സുരേഷ് ഗോപി തൃശ്ശൂരിനെ നോക്കി പറഞ്ഞില്ലേ ഞാനിങ്ങ് എടുക്കുവാന്ന്. അതുപോലെ ഞാൻ ഈ പ്രോപ്പർട്ടിയോട് പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നിന്നെ ഒരു മനുഷ്യർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. ശരിക്കും ഇതൊരു ഒറ്റ പ്ലോട്ട് നല്ല അലുവാ കഷ്ണം പോലത്തെ വസ്തുവായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി പിന്നെ എന്താ പറയുക, ഉണക്കായതുകൊണ്ട് കുറച്ച് ഇതൊക്കെ പുല്ല് കിളുത്ത് കിടക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ പേരുടെ ഒറ്റ പ്ലോട്ട് വസ്തു. ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിന്നെ ഒരു മനുഷ്യർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അന്നേരം അഡ്വാൻസ് കൊടുക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ കൊടുക്കും. അങ്ങനെ പിന്നെ ചേച്ചിയുടെ നിന്ന് കുറച്ച് ഗോൾഡൊക്കെ മേടിച്ച് അത് കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ അതിന് വേണ്ടുന്ന പൈസ ഇവിടെ നിന്ന് വരും അറിയത്തില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് എന്ത് നമ്മളിലേക്ക് വരുമെന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ. അത് അത്രയും വേണമെന്ന് ആഗ്രഹിച്ചു.
അപ്പോൾ തന്നെ നമ്മുടെ ഒരു KSF ചിട്ടി ഉണ്ടായിരുന്നു. ആ ഒരു ചിട്ടി നമുക്ക് അടിച്ചു. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റി. അങ്ങനെ ഇപ്പോൾ ഇവിടെ 1 ഏക്കർ 5 സെൻറ്റ് വസ്തു മേടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്കിത് എങ്ങനെ നടക്കും, എവിടെ നിന്ന് നടക്കും, എപ്പോൾ നടക്കും, ഈ വിശ്വാസമില്ലായ്മയാണ് പലപ്പോഴും പിന്നെ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാം നടക്കും. പലരും പറയും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമുക്ക് സ്വപ്നങ്ങൾ നേടാൻ പറ്റുന്നില്ല. നമ്മുടെ മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻറ്റ്. മണി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്യുവർ സൈക്കോളജിയാണ്. നമ്മൾ എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഇല്ലായ്മയെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്തെടുക്കണം. നിങ്ങൾ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് വിഷ്വലൈസേഷൻ ചെയ്ത് ശരിക്കും ഞാൻ അത്രയും, നിങ്ങൾക്ക് അറിയാമല്ലോ, കംപ്ലീറ്റ് ബെഡ് റിഡൺ പേഴ്സൺ ആയിരുന്നൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് ഇന്ന് അത്രയും ലൈഫിൽ മാജിക്കാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് എന്താണ്? വലുത് ചിന്തിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നിരന്തരം ഗോളിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു സ്കൂളിലെ 7,000 രൂപ സാലറി മേടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയിൽ നിന്ന് ഇന്ന് മാസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് എത്താനൊക്കെ എന്നെ സഹായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈൻഡ് പവർ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഓൾറെഡി എൻ്റെ സ്റ്റുഡൻസിന് അറിയാം, അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രാക്ടീസസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മാജിക്കലി നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റുഡൻസിൻ്റെയും സക്സസ് സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ നിങ്ങളുടെ ലൈഫിലും മാജിക്ക് സംഭവിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ടീച്ചറമ്മ പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ഓരോ ബ്ലെസ്സിങ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുക. ദൈവമേ, എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം തന്നതിന് നന്ദി ദൈവമേ, എനിക്ക് നല്ല 2 മക്കളെ തന്നതിന് നന്ദി ദൈവമേ, എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ തന്നതിന് നന്ദി ദൈവമേ, എനിക്ക് താമസിക്കാൻ നല്ല വീട് തന്നതിന് നന്ദി ദൈവമേ, എനിക്ക് നിമിഷം വരെ തന്നിട്ടുള്ള ഓരോ രൂപയ്ക്കും നന്ദി ദൈവമേ. ഇങ്ങനെ നിങ്ങൾ ദൈവമേന്നോ അല്ലെങ്കിൽ നന്ദി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാവുന്നതാണ്. നിങ്ങൾക്കറിയൂ, എത്രയോ പേരുടെ സ്വപ്ന ജീവിതമാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പലരും അവരുടെ ആ ഒരു ലൈഫിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ATMിലേക്ക് പോയി. ATMിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മുടെ മാർക്കറ്റിലെത്തി, മീനമ്പലത്ത് മാർക്കറ്റിലെത്തി. അവിടെ നിന്ന് മീൻ വാങ്ങി, നല്ല കരിമീനും അതുപോലെ തന്നെ കക്കയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വാങ്ങിയത് അയലയും അതുപോലെ തന്നെ കണവ മീനും ആയിരുന്നു കേട്ടോ. 4 അയല 200 രൂപ. അയലയും വാങ്ങിച്ചു, പിന്നെ കണവത്തോരം വെക്കാം നമുക്ക്. എന്തോമാ? അത്യാവശ്യം നല്ല അയല, നല്ല പച്ച അയല. അമ്മ കോളേജിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഏത് കോഴ്സിനാണ് പഠിക്കുന്നേ? അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് കോഴ്സിനാണ്, ഏത് കോളേജിലാണെന്നൂടെ പറയൂ. വർക്കല. ഓക്കെ. ഇവിടെ നമുക്ക് വീട്ടുജോലിക്ക് സഹായത്തിനൊരു കുട്ടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അമ്മ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കും. ആ കുട്ടിയാണ് പാചകം ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ഇന്ന് നമുക്ക് ഇഡലിയും ചമ്മന്തിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഇന്ന് നിങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അങ്ങനെ കണ്ണമോൻ കോളേജിലേക്ക് പോയി. അമലുവിന് എക്സാമാണ്, അവനും സ്കൂളിലേക്ക് പോയി. ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്നലെ 9 PM ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ലാപ്പ് ഒന്ന് കേടായി, സ്റ്റക്കായി പോയി. അപ്പോൾ അതിനെ ഒന്ന് കടയിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ കൊട്ടിയത്തേക്ക് പോവുകയാണ്. കൊട്ടിയത്ത് HPയുടെ ഒരു ഷോപ്പുണ്ട്, അവിടെയാണ് നമ്മൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഏപ്രിൽ 6-ാം തീയതി ഒരു കല്യാണം വരുന്നുണ്ട്. എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണമാണ്. അത് എവിടെയായിട്ടാ? വിഴിഞ്ഞല്ല, പൂവാറ്. അപ്പോൾ പൂവാറിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകണം. കല്യാണത്തിന് പോകാനായിട്ട് പിന്നെ സാരി അന്ന് ഉണ്ണിവാവയുടെ അമ്മ തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സാരി ഉടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം. പിന്നെ അന്ന് ഗോപികയുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഗോപിക തന്നൊരു റെഡ് സാരി ഉണ്ടല്ലോ, അപ്പോൾ അതിനും പിന്നെ അതിൻ്റെയും ബ്ലൗസ് തയ്ക്കാനും കൊടുക്കണം. അപ്പം നമുക്ക് പോയിട്ട് വരാം. നമ്മൾ കൊട്ടിയത്തേക്കാണ് പോകുന്നത് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ചാത്തന്നൂർ ഇറങ്ങി ഡ്രസ്സ് തയ്ക്കാനും കൊടുക്കാം. ഇപ്പോൾ കാറിലിരുന്ന് സംസാരിച്ചൊരു ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ വർക്കിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കല്ലുവാതക്ക ജംഗ്ഷനിൽ എത്തിച്ചേർന്നു കേട്ടോ.
നമ്മളെല്ലാ തൊഴിൽ ചെയ്യുന്നവരെയും ബഹുമാനിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആ എൻവയോൺമെൻറ്റ് ക്ലീനാക്കി വെക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ജീവൻ രക്ഷിക്കുന്നത് പോലെ, ഒരു ടീച്ചർ ഫ്യൂച്ചർ ജനറേഷനെ ഷേപ്പ് ചെയ്യുന്നത് പോലെ, ഒരു തൊഴിലും ചെറുതും വലുതുമല്ല, എല്ലാം അത്യാവശ്യമാണ്. അവരും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അവർക്ക് ഡിഗ്നിറ്റി ഉണ്ട്, അവരുടെ കുട്ടികൾ അവരെ വളരെ ആദരപൂർവ്വമാണ് കാണുന്നത്. അപ്പോൾ ആരെയും നമുക്ക് കുറച്ച് കാണാൻ കഴിയത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തെങ്ങ് കയറ്റക്കാരൻ ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ തേങ്ങ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് വിചാരിച്ച് തേങ്ങ പറന്ന് നമ്മളെ വീട്ടിലോട്ട് എടുത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരെയും, നമ്മളിപ്പോൾ എത്ര വലിയ ആളായാലും ശരി ചെറിയ ആളായാലും ശരി, നമ്മൾ ആ റെസ്പെക്റ്റ് എല്ലാ പേഴ്സണും കൊടുക്കണം. ഞങ്ങളിത് പറയാനുള്ള കാരണം, ഞങ്ങൾ ഇന്നലെ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തു. അപ്പോൾ ആ വ്യക്തി ഒരു വേറൊരു ജോലി ചെയ്യുന്ന കുറച്ച് പിന്നെ എന്താ പറയുക കൂലിപ്പണിക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു രീതി ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ഇന്നിങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അതിനെപ്പറ്റി പറഞ്ഞു തരാമെന്നുള്ളത്. അതായത് സമൂഹത്തിൽ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഉണ്ട് അല്ലേ. ഇപ്പം ഓരോരുത്തരും കൂലിപ്പണി ചെയ്യുന്നവരുണ്ടാവാം, പല പിന്നെ തയ്യൽ തൊഴിലാളികൾ ഉണ്ടാകാം, വൈറ്റ് കോളർ ജോബ് ഉണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് തയ്യൽ തൊഴിലാളിയായിരുന്നു എൻ്റെ അമ്മ, അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അപ്പോൾ എല്ലാ ജോബിനും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ എല്ലാവരോടും റെസ്പെക്റ്റോടുകൂടി മാത്രം സംസാരിക്കണം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, എല്ലാവരുടെയും സ്വഭാവവും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മളുണ്ടല്ലോ ഓരോ മനുഷ്യരോടും പെരുമാറേണ്ടത് ഓരോ രീതിയിൽ. നമ്മൾ കുറച്ച് നേരം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുക, എല്ലാവരോടും ഒരുപോലെ സംസാരിക്കരുത്. ചില ആളുകൾക്ക് ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ട്രിഗർ ചെയ്യുന്ന കാര്യമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അവരോട് സംസാരിക്കാതിരിക്കുക. ആളുകളുടെ ട്രിഗർ ബട്ടണിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും പ്രസ് ചെയ്യാതിരിക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ വെളിയിൽ. ഈ ചൂട് സമയത്ത് നമ്മളെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. മിനിമം 3 liters ഓഫ് വാട്ടർ എവറി ഡേ, എല്ലാ ദിവസവും കുടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം കേട്ടോ. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾ പൊളിച്ചു കളയേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. പലരും പിന്നെ അങ്ങനെയുള്ള സംസാരങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പഴയ ആൾക്കാരൊക്കെയാണ് അവന് ഏതാണ് ജാതി, ഏതാണ് മതം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു ജാതി, ഒരേ ഒരു മതം, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ്, അവിടെ മാത്രമേ ആ ഒരു കൺസെപ്റ്റിൽ മാത്രമേ നമ്മൾ കാണാവൂ. ചില മതങ്ങളിൽപ്പെട്ടവർ മോശമാണ്, ചില ആളുകൾ ചില ജാതിയിൽപ്പെട്ടവർ മോശമാണ്, ഇങ്ങനെയുള്ള അൺനെസസറി തോട്ട്സ് ഒക്കെ നമ്മൾ മാറ്റുക. ഒരുപാട് കടലാസ് ചെടികൾ നിൽക്കുന്നുണ്ടോ ആ ഒരു പിന്നെ നഴ്സറി. കടലാസ് പോകുന്നില്ലേ ബോഗൻവില്ലേക്ക് പറയുന്നത്. പിന്നെ ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ബാൽക്കണി നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ, അത് കൊള്ളാം. നമ്മൾ ആദ്യം മേടിച്ചത് അതൊരു നമ്മളെ പറ്റിച്ചില്ല കേട്ടോ, അത് ലോക്കലായിരുന്നു. ഇപ്പൊ മേടിച്ചോളാം, കുമാർ നഴ്സറി മേടിച്ച കൊള്ളാം. അപ്പോൾ കുമാർ നഴ്സറിയിൽ വീണ്ടും പോയിട്ട് കുറച്ചുകൂടെ ചെടികൾ വാങ്ങിക്കണം. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ അനിമലാണെന്നല്ല പറയുന്നത്, നമ്മൾ സാമൂഹിക ജീവിയാണ്. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ദിനംപ്രതി കാണും. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും റെസ്പെക്റ്റ് ചെയ്ത് മാത്രം നമ്മൾ സംസാരിക്കുക, ആരെയും കുറച്ച് കാണരുത്. അതുപോലെ തന്നെ നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, ഒരിക്കലും അവിടെ നമ്മളൊരു രാഷ്ട്രീയ ചർച്ചയിൽ കൂടുതൽ എൻഗേജ് ആവരുത്. രാഷ്ട്രീയപരമാവട്ടോ ജാതിപരമാവട്ടോ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലുള്ള ഇങ്ങനെയുള്ള കാര്യം നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കരുത്. കാര്യം ആ ചർച്ചയാണല്ലോ വേറൊരു ലെവലോട്ട് മാറും. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള ചർച്ചയിൽ നമ്മൾ പിന്തിരിയുക എന്നുള്ളത് ഒരു വളരെ നല്ലൊരു സ്വഭാവമാണ്. ഇത് മൈലക്കാട് എന്ന് പറയും, ഇവിടുത്തെ ഒരു കുത്തനെയുള്ളൊരു തേരിയാണ് കേട്ടോ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പഴങ്കഞ്ഞൊടിക്ക് നല്ല പഴഞ്ചോറ് ചൂട് സമയത്തല്ലേ. പഴഞ്ചോറിനകത്ത് തൈരക്ക ഒഴിച്ച് 2 കാന്താരി മുളകൊക്കെ ഞെവിടി 2 കൊച്ചുള്ളിയൊക്കെ ഇട്ട് ഞെരടി കുടിക്കുന്നത് എത്ര പേർക്ക് വായിൽ വെള്ളം വന്ന് കമന്റ് ചെയ്യൂട്ടോ. നാരങ്ങ അച്ചാറൊക്കെ ഇട്ട് നല്ല അറ്റത്തിന് ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അല്ലേ. ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക്. പണ്ട് വയലിൽ പണിക്ക് പോകുന്നവരെ പഴഞ്ചോറ് കഴിച്ചിട്ടാ പോകുന്നു. അതെ അതെ അതെ, അവരാ വെയിലത്താ നിന്ന് പണിയുന്നേ. വയലിനകത്ത് തെങ്ങും മരം ഒന്നും ഇല്ലല്ലോ തമ്മിലിട്ടാൻ വേണ്ടി. രാവിലെ ഒരു പഴങ്കഞ്ഞി കുടിച്ചാൽ ഇറങ്ങും, ഉച്ച വരെ ഒന്നും പേടിക്കണ്ട.
റോഡ് പണി നടക്കുന്നത് കാരണം നല്ല ട്രാഫിക് ബ്ലോക്കും ബുദ്ധിമുട്ടുമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ പോസിറ്റീവ് വശങ്ങളാണ്. ഈ ഒരു പണി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര എത്ര സുഗമമാവും അല്ലേ? അപ്പോൾ അത് മാത്രം ചിന്തിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. വെള്ളം, നാരങ്ങ വെള്ളം, നറുതണ്ടി ഇതൊക്കെ വളരെ ബെറ്ററാണ് ഇപ്പോഴത്തെ ഈ ചൂടിനെ പ്രതിരോധിക്കാനല്ലേ. പക്ഷേ അല്ല, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലുമേ നമ്മുടെ ഭാവി എന്ത് നല്ല റോഡ് വരാൻ പോയല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുമ്പോഴത്തേക്ക് അത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ അവരോട് സഹകരിക്കേണ്ടതാണ് നമ്മുടെ കടമ. നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എത്തും, അത് മാത്രമേ ഉള്ളൂ. ബട്ട് പണി കഴിയുമ്പോൾ അടിപൊളിയാവില്ലേ? പണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊല്ലത്തൊക്കെ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് ഉണ്ടല്ലേ ഏട്ടാ? മാക്സിമം 20 മിനിറ്റ്. ഇപ്പൊ നമ്മൾ എത്താൻ എടുക്കുന്ന സമയം എത്ര നേരം? 3/4 മണി. അല്ല, ഇത്രയും റഷ് ഇല്ലാത്ത സമയത്തെ ഒരു 10-20 വർഷം മുമ്പൊക്കെ നമുക്ക് ഇവിടുന്ന് കൊല്ലത്ത് പോകാൻ 20 മിനിറ്റ് ആയിരുന്നു, 20-25 മിനിറ്റ് മതിയായിരുന്നു. അത് ഇത്ര തിരക്കില്ലായിരുന്നു റോഡുകളിലൊന്നും. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കൊണ്ട് എത്താന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഡ്രീംസ് മാളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് കൊട്ടിയത്തെ വ്യാപാരി വ്യവസായികളെല്ലാം ചേർന്ന് നിർമ്മിച്ച മാളാണ് അല്ലേ ഏട്ടാ? അയ്യോ, ഇവിടെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ വെച്ചോ ഈ ലെവൽ ക്രോസ് ഒക്കെ? തുറക്കു മക്കളെ, നമുക്കകത്ത് വണ്ടി പാർക്ക് ചെയ്യാം. സ്പേസ് കിട്ടാൻ ഡിവൈൻ സ്പേസ് നൗ. നമ്മുടെ വ്ളോഗുകൾ ഒരുപാട് പേർക്ക് ഇൻസ്പയറിങ് ആകുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ ടീച്ചറമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഉത്സവത്തിന് പോകുന്നൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉത്സവത്തിനൊന്നും പോകാറുണ്ടായിരുന്നില്ല, അത്രയും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ടീച്ചറമ്മ ഉത്സവത്തിന് പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും പോകണമെന്ന് തോന്നി, അങ്ങനെ ഞങ്ങളും ഫാമിലിക്കൊപ്പം പോയി എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ HP-യുടെ ഷോറൂമിലേക്ക് പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ലാസ്സിന് മുന്നേ വീട്ടിലെത്തണം, അതുകൊണ്ടാണ് ധൃതി പിടിച്ച് പെട്ടെന്ന് പോകുന്നത്. ലാപ്ടോപ്പിൻ്റെ കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്ന് ചേട്ടൻ ആ ഷോറൂമിലുള്ള പയ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനായിട്ട്. തൊട്ട് ഓപ്പോസിറ്റ് തന്നെ KFC-യുടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ലാപ്ടോപ്പ് ശരിയായി കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലുലുവിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. അമ്മച്ചിക്കുള്ള പാൽപ്പൊടിയൊക്കെ തീർന്നിരിക്കുകയാണ്, നമുക്കതൊക്കെ മേടിക്കാം. ബൈ. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ കിട്ടുന്നതെല്ലാം വാരിയെടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും 100 വട്ടം ആലോചിക്കുക, ഇത് നമുക്ക് വേണ്ടതാണോ എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം എടുക്കുക. പലരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുക്കും, എടുത്തിട്ട് പിന്നെ ബില്ല് ചെയ്യുന്ന സമയമാകുമ്പോൾ വെറുതെ എടുക്കണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബില്ല് കാണുമ്പോൾ വലിയ എമൗണ്ട് വരികയാണെങ്കിൽ പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്നിടം വരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, വെറുതെ ആവശ്യമില്ലായിരുന്നു, അത് ഒഴിവാക്കായിരുന്നു. അങ്ങനെ റിഗ്രറ്റ് ചെയ്യേണ്ട അവസ്ഥ വരരുത്. ഓരോന്നെടുക്കുമ്പോഴും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ലുലു ഷോപ്പ് എവിടെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്കിവിടെ ഏറ്റവും അടുത്തുള്ള ഷോപ്പ് എന്ന് പറയുന്നത് കൊട്ടിയത്താണ്. ഞാൻ മൂങ് ദാൽ മേടിച്ചിട്ടുണ്ട്. മൂങ് ദാൽ കൊണ്ട് പായസം ഉണ്ടാക്കാൻ സൂപ്പറാണ്. മൂങ് ദാൽ എന്ന് പറയുമ്പോൾ ഈ ചെറുപയറിൻ്റെ അകത്തുള്ള ആ പരിപ്പുണ്ടല്ലോ, അതാണ്. ഞാൻ ഒരു ദിവസം അത് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി കൂടെയാണ് ഞാൻ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് മട്ടൺ വാങ്ങിച്ചു, 1 കിലോ മട്ടൺ വാങ്ങിച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നേരെ വന്ന് 1 PM ക്ലാസ്സിൽ കയറി. എന്റെ ഹെൽത്ത് ബ്ലെസ്സിങ് ആണ് മാറി കിട്ടിയ. എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് കൈക്കൊരു ഇതുണ്ടായിരുന്നു, അപ്പൊ അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. അത്രയും മാറ്റം. അതുപോലെ 4 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയല്ലേ? അതെ, സിംഗപ്പൂര് പോയി, ജോർജിയ പോയി, അർമേനിയ പോയി, അതുപോലെ ഒരു സ്റ്റേക്കേഷൻ പോയി. ഇപ്പൊ ആദ്യം ബർത്ത്ഡേ ആയിട്ട് ഞാൻ ടീച്ചറമ്മ പറയുന്ന പോലെ 2025 ഭാഗ്യവർഷമാണെന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് വീട്ടിലിരിക്കാൻ സമയം കിട്ടുന്നില്ല. അതുപോലെ ടീച്ചറമ്മ പറയുന്ന പോലെ ഓരോ ബർത്ത്ഡേ ഓരോ രാജ്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഇപ്പൊ 4 രാജ്യങ്ങളായി. എല്ലാരും നല്ലൊരു കൈ എടുക്കാം. ടീച്ചറമ്മ എക്സ്ട്രയിൽ കാർ എടുത്തത്. ഏത് കാറാ? എക്സ്ട്രയിൽ അല്ലേ? ഓക്കെ. പിന്നെ ഐഫോൺ മാനിഫെസ്റ്റ് ആയി അല്ലേ? ഐഫോൺ മാനിഫെസ്റ്റ് ആയി. ഇഷ്ടപ്പെട്ട ബ്രാൻഡഡ് ബാഗ് വാങ്ങി. ഇപ്പൊ ബർത്ത്ഡേ മാസം തുടങ്ങിയ മുതൽ എനിക്ക് ഓരോ ദിവസവും ഓരോ സർപ്രൈസാ വന്നോണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് പറയും കഴിഞ്ഞ 29 വർഷമായിട്ട് നിനക്ക് ഓരോ ദിവസവും ഓരോ എക്സ്പെൻസീവ് ഗിഫ്റ്റ് വന്നോണ്ടിരിക്കുന്നല്ലോ. അതെ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ എനിക്ക് ഞാൻ ആക്ച്വലി ഇപ്പം ടീച്ചറമ്മന്റെ മാസം EMI അടച്ചോണ്ടിരിക്കുക, പ്ലാറ്റിനം മെമ്പർ ആവാൻ. പക്ഷെ ഞാൻ എന്റെ മനസ്സില് ഓൾറെഡി ഞാനൊരു പ്ലാറ്റിനം മെമ്പർ ആണ്. ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ലേ?
ആ ഒരു ഡിവേഴ്സിന്റെ വക്കിലെത്തി നിന്ന ആ ഒരു ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല. അതെ, ആ. പക്ഷെ അത്രയും ഭയങ്കര ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അതെ, പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും എങ്ങനെയാ ഞാൻ ലൈഫ് അടിപൊളിയായി എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അത്രയും ഒരു ഡിവോഴ്സിന്റെ വക്കിൽ നിന്ന് എത്രയും എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് ഏറ്റവും നല്ല ബ്ലസ്ഡ് കപ്പിൾസ് ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യം എന്താണ്. പോയായിരുന്നു ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയ സമയത്ത് ഹസ്ബൻഡ് അങ്ങോട്ട് പറഞ്ഞെടുക്കും, നീ ടീച്ചറമ്മന്റെ ക്ലാസ്സിൽ കയറി, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ, ഹസ്ബൻഡ് എന്നെ സജസ്റ്റ് ചെയ്യാൻ. വെരി ഗുഡ്, വെരി ഞാനിങ്ങനെ കൈ ഇങ്ങനെ മുഖത്ത് വെച്ച് നോക്കുന്നത് ആരെയും ആലോചിക്കുന്ന അയ്യോ ഹസ്ബൻഡിന് എത്ര ചേഞ്ച്. അതുപോലെ ഡെയിലി പുള്ളിക്കാരൻ രാവിലെ ടൈം ഇല്ലെങ്കിലും രാത്രി വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മിറർ പ്രാക്ടീസ് ചെയ്യാണ്ട് ഉറങ്ങത്തില്ല. അതിന് ഭയങ്കര വിശ്വാസമാണ്. കാരണം പുള്ളിക്ക് ഈ 8 മാസമായി ഞാൻ ടീച്ചറമ്മേന്റെ കൂടെ ജോയിൻ ചെയ്തു. പക്ഷെ ഈ 8 മാസത്തിൽ ഉണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുള്ളിക്കാരനായാലും 2 തവണ പ്രൊമോഷൻ കിട്ടി, സാലറി ഹൈക്ക് വന്നു. അപ്പൊ ഇങ്ങനെ പ്രതിസന്ധി വന്നാൽ ഇപ്പം പോസിറ്റിവിറ്റി കാണാനുള്ള ആ ഒരു മനസ്സ് വന്നിട്ടില്ല. Very good. When you are in alignment, everything will become easy and effortless. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ മണി അഫർമേഷൻ കേൾക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള അഫർമേഷൻ ഉണ്ട്. I attract money in my sleep. Oh, you started attracting money in your sleep. Yes. Yeah, very good. Yes. ലക്ഷങ്ങളാണ് വരുന്നത്. നമ്മൾ എഴുതുന്ന ആ ഞാൻ അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ എഴുതുന്ന ആ എമൗണ്ടിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും പെട്ടെന്ന് എമൗണ്ട് ടീച്ചറമ്മയ്ക്ക് അറിയാലോ, അതിലേക്ക് എത്തി എന്ന് ഞാൻ പറയും. പിന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. എല്ലാരും പറഞ്ഞത് ഭംഗി കൂടി, ഗ്രേസ്ഫുൾ ആണ്, എന്താണ് ഇത്ര എങ്ങനെ സെൽഫ് ലവ് കൂടി. ഒരു എവിടെ ചെന്നാലും നമ്മള് പറയത്തില്ല വിവേക് പോലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാരും നമ്മളെ കാണുമ്പോ ഓടി വന്ന് സംസാരിക്കുകയാണ്. അനിയാണ് എനിക്ക് ഭയങ്കര മിറാക്കിളായിട്ട് വന്നോണ്ടിരിക്കുന്നത്. വെരി ഗുഡ്, വെരി. അപ്പൊ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.